യോഹന്നാൻ അധ്യായം 21. അതിനുശേഷം തിബരിയാസ് കടലിന്റെ തീരത്ത് വെച്ച് യേശു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. അത് ഇപ്രകാരമായിരുന്നു: ശിമോൻ പത്രോസും ദിദിമോസ് എന്നു പേരുള്ള തോമാസും ഗലീലയിലെ കാനായിൽ നിന്നുള്ള നദനയേലും സെബദി പുത്രന്മാരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ശിമോൻ പത്രോസ് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെ അവർ പോയി വഞ്ചിയിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അതിരാവിലെ യേശു കടൽക്കരയിൽ നിന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് വിളിച്ചു ചോദിച്ചു, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതുമുണ്ടോ? ഇല്ല. അവർ മറുപടി പറഞ്ഞു, വഞ്ചിയുടെ വലത്തുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവിടുന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. വളരെയേറെ മീനുണ്ടായിരുന്നതിനാൽ വല വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ പത്രോസ് താൻ നഗ്നനായിരുന്നതിനാൽ പുറംകുപ്പായം മലയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി. മറ്റേ ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വഞ്ചിയിൽ പിന്നാലെ ചെന്നു. അവർ കരയിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ ഏതാണ്ട് 100 വാര മാത്രം അകലെയായിരുന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവിടെ തീക്കനലുകൾ കൂട്ടി അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും കുറെ അപ്പവും കണ്ടു. യേശു അവരോട് പറഞ്ഞു, ഇപ്പോൾ പിടിച്ച കുറെ മീൻ കൊണ്ടുവരുവിൻ. ശിമോൻ പത്രോസ് വഞ്ചിയിൽ കയറി 153 വലിയ മീനുണ്ടായിരുന്ന വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്രയേറെ മീനുണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ ആരും അദ്ദേഹത്തോട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പം എടുത്ത അവർക്ക് കൊടുത്തു. അതുപോലെ മീനും. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇത് 3-ാം തവണയായിരുന്നു. പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവേ, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ടെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. പത്രോസ് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു പറഞ്ഞു. യേശു വീണ്ടും, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അയാൾ, ഉവ്വ്, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ടെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ ആടുകളെ പരിപാലിക്കുക. യേശു പറഞ്ഞു. 3-ാം തവണയും യേശു അയാളോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിച്ചതിനാൽ പത്രോസിന്റെ ഉള്ളം നൊന്ത് അയാൾ പറഞ്ഞു, കർത്താവേ, അവിടുന്ന് സകലവും അറിയുന്നു. എനിക്ക് അങ്ങയോട് പ്രിയമുണ്ടെന്നും അങ്ങ് അറിയുന്നുവല്ലോ. യേശു അയാളോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ യുവാവായിരുന്നപ്പോൾ സ്വയം വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വൃദ്ധനാകുമ്പോൾ നീ കൈനീട്ടുകയും മറ്റാരെങ്കിലും നിന്നെ വസ്ത്രം ധരിപ്പിച്ച് നിനക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിച്ചായിരുന്നു യേശു ഇത് പറഞ്ഞത്. പിന്നെ യേശു അയാളോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞു നോക്കി. യേശു സ്നേഹിച്ച ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. അത്താഴ സമയത്ത് യേശുവിന്റെ മാറിൽ ചാരിക്കൊണ്ട്, കർത്താവേ, അങ്ങേ ഒറ്റിക്കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചത് ഇയാൾ തന്നെ. അയാളെ കണ്ടിട്ട് പത്രോസ്, കർത്താവേ, ഇവന്റെ കാര്യം എന്താകും എന്ന് ചോദിച്ചു. അതിന് യേശു, ഞാൻ മടങ്ങി വരുന്നതുവരെയും ഇവൻ ജീവിച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇത് നിമിത്തം ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. എന്നാൽ അയാൾ മരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത്, ഞാൻ മടങ്ങി വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിനക്കെന്ത് എന്ന് മാത്രമായിരുന്നു. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും ഇവ എഴുതിയതും. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവ കൂടാതെ മറ്റനേക കാര്യങ്ങളും യേശു ചെയ്തു. അവ ഓരോന്നും എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ കരുതുന്നു.